Hello my dear students, welcome back to Corporate Regulations. ഇന്ന് നമ്മൾ 9th സെഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ നമ്മളുടെ പ്രൊമോട്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ കംപ്ലീറ്റ് ചെയ്തിരുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊമോട്ടേഴ്സ്. ഇന്ന് നമ്മൾ ആ പ്രൊമോട്ടേഴ്സിൻ്റെ ഫങ്ഷൻസ് ആണ് നോക്കുന്നത്. എന്താണ് നമ്മുടെ പ്രൊമോട്ടേഴ്സിൻ്റെ ഫങ്ഷൻസ്? വളരെ പെക്യൂലിയർ ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് പ്രൊമോട്ടേഴ്സിനുള്ളത്. ആദ്യം പ്രൊമോഷൻ ഓഫ് ആൻ ഐഡിയ. നമ്മളുടെ ഒരു കമ്പനി ഒരു ബിസിനസ് സംരംഭം സ്റ്റാർട്ട് ചെയ്യുമ്പം ആ ബിസിനസ് സംരംഭത്തിന് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ബിസിനസ് ഐഡിയ അത് ഉൾക്കൊള്ളുന്നത് നമ്മുടെ പ്രൊമോട്ടറാണ്. അവരാണത് ഫോം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫങ്ഷൻ നമ്മുടെ പ്രൊമോട്ടറിനുള്ളതാണ്. സോ വൺസ് ഈ ബിസിനസ് ഐഡിയ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ, അതാണ് രണ്ടാമത്തെ ഫങ്ഷൻ വരുന്നത്. ആ ഐഡിയ എങ്ങനെ നമുക്ക് നല്ല പ്രോസ്പെക്റ്റായിട്ടൊരു ബിസിനസ്സായിട്ട് കൺവേർട്ട് ചെയ്യാം, അതിൻ്റെ സോഴ്സസ് ഓഫ് സപ്ലൈ ഏതൊക്കെയാണ്, അതിൻ്റെ ആ ബിസിനസ് സംരംഭത്തിലൂടെ നമ്മൾ ഫോം ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡിൻ്റെ നേച്ചർ എന്താണ്, അതിന് എന്തൊക്കെ രീതിയിലുള്ള കോമ്പറ്റീഷൻസ് വരും, എത്ര ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് വരും, ആ ബിസിനസ്സിൻ്റെ പ്രസൻറ്റ് എന്തായിരിക്കും, ഫ്യൂച്ചർ എന്തായിരിക്കും, അങ്ങനെ ഒരു ഫുള്ളി ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുന്നതും പ്രൊമോട്ടറാണ്. ഇതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ ടെക്നിക്കൽ എക്സ്പേർട്സിൻ്റെ സഹായം നേടാം. പിന്നെ വെരിഫിക്കേഷൻസ്. ഇപ്പം ആ ഒരു ബിസിനസ് ഐഡിയ അതിൻ്റെ ഫീസിബിലിറ്റിയൊക്കെ നടത്തി കഴിയുമ്പോൾ ആ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള പല എക്സ്പേർട്സിൻ്റെയും എക്സ്പേർട്സിൻ്റെ റിപ്പോർട്ട്സൊക്കെ ഇങ്ങേർക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ കൃത്യമായി വെരിഫൈ ചെയ്യുക, അതിൽ കാര്യമായിട്ടുള്ള ബയസ് ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ബിസിനസ് സംരംഭത്തിനോട് വലിയ താല്പര്യം കാണിക്കാതെ മാറി നിൽക്കുന്ന ചില ഡിസ്ഇൻട്രസ്റ്റഡ് എക്സ്പേർട്സ്, ഇംപാർഷ്യൽ എക്സ്പേർട്സ് ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്തും കൂടി ഒരു അഭിപ്രായം ചോദിച്ച് ഇത് എത്രത്തോളം കമേഴ്ഷ്യലി വയബിൾ ആണ് ഈ എക്സ്പേർട്സിൻ്റെ അഡ്വൈസസ് എന്നുള്ളതൊക്കെ ഉറപ്പ് വരുത്താം. ഇനി നെക്സ്റ്റ് നമ്മളുടെ പ്രൊമോട്ടറുടെ ഫങ്ഷൻ എന്ന് വെച്ചാൽ അസംബ്ലിംഗ് ആണ്. അതായത് ഇപ്പം ഈ പറയുന്ന ഐഡിയാസ് ജനറേറ്റ് ചെയ്തു, അത് വെരിഫൈ ചെയ്തു, ഓക്കെ, അതിൻ്റെ ഐഡൻറ്റിഫൈ ചെയ്തു അതിൻ്റെ ഫീസിബിലിറ്റിയൊക്കെ. ഇനി അത് കഴിയുമ്പോൾ അസംബിൾ ചെയ്യുകയാണ്. അസംബിൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഐഡിയനെ എന്ത് ചെയ്യുന്നു, ഒരു പ്രൊജക്റ്റായിട്ട് ആ കമ്പനി ഡെവലപ്പ് ചെയ്യാനായിട്ട് ഏറ്റെടുക്കുക ചെയ്യുന്നത്. അപ്പം അതിൽ ആദ്യമായിട്ട് ഈ പറയുന്ന കമ്പനിയെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഡയറക്ടേഴ്സ് ആരൊക്കെയാണ്, അതുപോലെ തന്നെ ആ കമ്പനിയുടെ മെമ്മറണ്ടത്തിൽ അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ആരൊക്കെയാണ്. അപ്പോൾ ആ ഒരു അപ്പെക്സ് ബോഡി കമ്പനിയുടെ ഫോം ചെയ്യാതെ അതാണ് അസംബിൾ ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫിനാൻസിങ് ആൻഡ് ദ പ്രൊപ്പോസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് ഈ പറയുന്ന നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ഷൻ ആ കമ്പനിയുടെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ കമ്പനിക്ക് വേണ്ടിയുള്ള ഫണ്ട് റൈസിങ് ആണ്. അപ്പോൾ ആ കമ്പനിയുടെ ഇനീഷ്യൽ സ്റ്റേജിൽ എത്ര മാത്രം ഫണ്ട് വേണ്ടി വരുന്നുണ്ട്, ഫിനാൻസ് വേണ്ടി വരുന്നുണ്ട്, അതിന് എന്ത് അറേഞ്ച്മെൻറ്റ്സ് ആണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസ് ആണെങ്കിൽ അത് ഫിനാൻസ് സപ്പോർട്ട് ചെയ്യുന്ന വെൻഡേഴ്സുമായിട്ട് ചിലപ്പോൾ നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടാവും. അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ ആ ഫിനാൻസ് കൊടുക്കുന്നവരായിട്ട് ഒരു അണ്ടർ റൈറ്റിംഗ് കോൺട്രാക്ട് ഫോം ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ റിക്വയർഡ് ക്യാപിറ്റലിന് ഇപ്പോൾ എന്തെങ്കിലും ബാങ്ക് ലോൺസ് വേണ്ടി വന്നാൽ അതെങ്ങനെ ഏത് ബാങ്കിൽ അപ്ലൈ ചെയ്യണം, നമുക്ക് ആ ക്യാപിറ്റൽ റൈസിങ്ങിന് എന്തുമാത്രം കോസ്റ്റ് വരുന്നുണ്ട്, ഇതെല്ലാം കണക്കാക്കി എടുക്കുന്നതാണ് ഫൈനലായിട്ടുള്ള ഫങ്ഷൻസ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു പ്രൊമോട്ടറുടെ ഫങ്ഷൻ. ഇനി നമ്മുടെ പ്രൊമോട്ടറുടെ ലയബിലിറ്റി, ബാധ്യത എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഒരു കമ്പനി ഒരു ബിസിനസ് സംരംഭം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ പ്രൊമോട്ടർ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുകയാണ്. പക്ഷേ ആ ഇൻഫർമേഷൻ കൊടുക്കുന്ന സമയത്ത്, ആ ഇൻഫർമേഷൻ ഫോം ചെയ്യുന്ന സമയത്ത് അതിലെന്തെങ്കിലും തെറ്റായിട്ടുള്ള രീതിയിലുള്ള ഇൻഫർമേഷൻസ് വസ്തുതകളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ, അത് തെറ്റായിട്ടുള്ള ഇൻഫർമേഷനാണെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ ആ പ്രൊമോട്ടറും അതിൻ്റെ ഫസ്റ്റ് ഡയറക്ടറും ആ തെറ്റായിട്ടുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് അവർ രണ്ടുപേരും അതിന് ബാധ്യത ഉള്ളവരാണ്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ആക്ഷൻസ് എടുത്താലും ആ ആക്ഷൻസിന് ഇവർ രണ്ടുപേരും വിധേയമാണ്. പിന്നെ കമ്പനീനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രൊമോട്ടിങ് അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ നടത്തി അതിലും എന്തെങ്കിലും തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്, അത് പിന്നീട് മനസ്സിലാക്കി, അപ്പോൾ കമ്പനിയുടെ പ്രോസ്പെക്ടസിലൊക്കെയും തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിലും നമ്മുടെ പ്രൊമോട്ടർക്ക്
ഇൻ അഡ്വർടൈസ്മെൻറ്റിലുള്ള ആ മിസ്സ്റ്റേറ്റ്മെൻറ്റിന് ബാധ്യതയുണ്ട്. ഇനി ഈ ഫോം ചെയ്യുന്ന കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തെറ്റായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടെത്തി കഴിഞ്ഞാൽ പ്രൊമോട്ടർക്ക് അതിനുള്ള ലയബിലിറ്റി ഉണ്ട്. പിന്നെ എന്തെങ്കിലും കോൺട്രവെൻഷൻ ഓഫ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്, അതായത് ഇപ്പോൾ കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള പൈസയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷെയർസ് ഇഷ്യൂ ചെയ്തതോ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തതോ അത് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ആളുടെ പേരിൽ ഇഷ്യൂ ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ വേണം അത് ഇഷ്യൂ ചെയ്യാൻ. അങ്ങനെ അല്ലാതെ ഇത് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ ബാധ്യതകൾ വരുന്നുണ്ട് അതെല്ലാം പ്രൊമോട്ടറുടെ പേരിലായിരിക്കും. പിന്നെ റിവൈവൽ ആൻഡ് റീഹാബിലിറ്റേഷൻ ആക്ടിവിറ്റീസ്, ഇപ്പം പ്രൊമോട്ടറും ഡയറക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവർ പ്രത്യേകിച്ചും അവരുടെ കമ്പനിയുടെ ക്രെഡിറ്റേഴ്സിൻ്റെ ഒരു കമ്മിറ്റിയുടെ മീറ്റിങ്ങിൽ അവർ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു സിക്ക് കമ്പനി ആണെങ്കിൽ ആ സിക്ക് കമ്പനീനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വരുന്ന ട്രൈബ്യൂണൽസ് മനസ്സിലാക്കുകയാണ് ആ കമ്പനി സിക്കായി പോയത്, അത് കമ്പനിയുടെ ഫണ്ടുകൾ ഡൈവേർട്ട് ചെയ്ത് ആ കമ്പനിയുടെ ആവശ്യങ്ങൾക്കല്ലാത്ത രീതിയിലാണ് പ്രൊമോട്ടേഴ്സും ഡയറക്ടേഴ്സും യൂസ് ചെയ്തതെന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ ആ പ്രൊമോട്ടറും മാനേജറും ഡയറക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവർ അതിനുള്ള ബാധ്യത ഏറ്റെടുക്കേണ്ടതാണ്. അതുമാത്രമല്ല അവർ പിന്നീട് ആ കമ്പനിയുടെ ആ ഒരു സ്ഥാനത്തിൽ നിന്നും ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെടുകയും ചെയ്യും. പിന്നെ കമ്പനിയുടെ ലിക്വിഡേഷൻ ആൻഡ് വൈൻഡിങ് അപ്പ് ആക്ടിവിറ്റീസിൻ്റെ സമയത്ത് പ്രൊമോട്ടേഴ്സ് റീസണബിൾ ആയിട്ടുള്ള കോസ്റ്റ് എന്തുകൊണ്ടാണ് കമ്പനി വൈൻഡപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലിക്വിഡേറ്റ് ചെയ്യുന്നതെന്നുള്ള കാരണം കൃത്യമായി ബോധ്യപ്പെടുത്തണം. അല്ലാതെ ലിക്വിഡേറ്റർക്ക് ബോധ്യപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മിസ്ലീഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് തെളിയിക്കപ്പെട്ടാൽ പ്രൊമോട്ടർ അതിന് ലയബിളാണ്. അതിന് പണിഷ്മെൻറ്റ് ലൈക്ക് ഇംപ്രിസൺമെൻറ്റ് അല്ലെങ്കിൽ ഫൈൻ വരെ അയാൾക്ക് കിട്ടാവുന്നതാണ്. ഇനി ഫൈനലി വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്രട്ട് പ്രോഫിറ്റാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ പേരിൽ നമ്മുടെ പ്രൊമോട്ടർ എന്തെങ്കിലും സീക്രട്ട് ആയിട്ടുള്ള പ്രോഫിറ്റുകൾ ഫോം ചെയ്യുന്നുണ്ടെന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ ആ പ്രോഫിറ്റുകളൊക്കെ കണ്ടുകെട്ടി ആ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് അത് മാറ്റേണ്ടതാണ്. അതിനുള്ള ബാധ്യത പ്രൊമോട്ടർക്കുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രൊമോട്ടറുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പ്രൊമോട്ടറുടെ റെമ്യൂണറേഷനെ കുറിച്ചുള്ള കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് പ്രൊമോട്ടർക്ക് റെമ്യൂണറേഷൻ കൊടുക്കുക? കാരണം കമ്പനി ഡെവലപ്പ് ചെയ്യുന്നത് തന്നെ പ്രൊമോട്ടർ കാരണമാണെന്ന് പറഞ്ഞല്ലോ. സോ അങ്ങനെയുള്ള പ്രൊമോട്ടർക്ക് ശരിക്കും ഒരു കോമ്പൻസേഷൻ കിട്ടാനുള്ള റൈറ്റൊന്നും ഇല്ല കമ്പനിക്ക് അദ്ദേഹം സർവീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്. ഈവൻ ദോ ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്താലും അയാൾക്ക് ക്ലെയിം ചെയ്യാനുള്ള ഒരു അധികാരമൊന്നും കമ്പനി കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പം എന്തെങ്കിലും പേയ്മെൻറ്റ് സ്പെസിഫൈഡ് ആയിട്ട് പ്രൊമോട്ടർക്ക് വേണ്ടിയിട്ട് ഒരു കോൺട്രാക്റ്റൽ റൈറ്റ് വഴി കമ്പനിക്ക് കൊടുക്കാമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. സോ പ്രൊമോട്ടർക്ക് എന്ത് ചെയ്യാം, ചില റിവാർഡുകൾ കമ്പനി അയാളുടെ എഫേർട്ട് അനുസരിച്ചായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള റെമ്യൂണറേഷനാണ് പ്രൊമോട്ടേഴ്സ് വരുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം ആ പ്രൊമോട്ടർ എന്ത് സർവീസാണ് കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആ സർവീസിന് റിലേറ്റഡ് ആയിട്ടുള്ള റെമ്യൂണറേഷൻ കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ പ്രൊമോട്ടർക്ക് ആ കമ്പനി വഴി പ്രോഫിറ്റ്സ് ഫോം ചെയ്യാം. പക്ഷേ ആ പ്രോഫിറ്റ്സ് ഫോം ചെയ്ത് ഫുള്ളും എന്ത് ചെയ്യണം, ആ കമ്പനിക്ക് ഡിസ്ക്ലോസ് ചെയ്യണം. ഓക്കെ, അത് ഡിസ്ക്ലോസ് ചെയ്തിട്ട് വേണം അയാൾക്ക് പ്രോഫിറ്റ് നേടാനായിട്ട്. ഒരു പ്രൊമോട്ടർക്ക് അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി ഫുള്ളായിട്ട് പെയ്ഡ് ഷെയർസ് ആയിട്ട് കമ്പനിക്ക് കൊടുക്കാം. അത് ഫുള്ളും അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്ലോസ് ചെയ്ത ശേഷം പിന്നെ ഈ പറയുന്ന കമ്പനിയുടെ ഷെയർസ് വാങ്ങിക്കാനുള്ള ഓപ്ഷൻസ് പ്രൊമോട്ടർക്ക് ഉണ്ട്. ഏതെങ്കിലും ഷെയർസ് സോൾഡ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള കമ്മീഷൻ പ്രൊമോട്ടർക്ക് കിട്ടാനുള്ള റൈറ്റ്സ് ഉണ്ട്. പിന്നെ കമ്പനിയുടെ ആർട്ടിക്കിൾ പ്രകാരം ഒരു ഫിക്സഡ് സം ഓഫ് മണി കമ്പനിക്ക് എന്ത് ചെയ്യാം, പ്രൊമോട്ടർക്ക് പേ ചെയ്യാം. പക്ഷെ അതിനൊരു ലീഗൽ എഫക്റ്റ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ പ്രൊമോട്ടർക്ക് അത് ക്ലെയിം ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ വൺസ് ഈ പറയുന്ന കമ്പനി ആ രീതിയിൽ പ്രൊമോട്ടർക്ക് എന്തെങ്കിലും പേ ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും റിക്കവർ ചെയ്യാനും പറ്റില്ല. ഇനി നമ്മുടെ പ്രൊമോട്ടറുടെ ലീഗൽ പൊസിഷൻ എന്താണെന്ന് നോക്കാം.
ഒരു കമ്പനിയുടെ പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ ട്രസ്റ്റിയോ ഏജൻറ്റോ ആയിട്ട് നിലകൊള്ളുന്ന വ്യക്തിയല്ല പ്രൊമോട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അദ്ദേഹം ആ കമ്പനിക്ക് വേണ്ടിയിട്ട് എല്ലാ ഫങ്ഷൻസും പെർഫോം ചെയ്യുന്നുണ്ട് ആ കമ്പനി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു കമ്പനി ഉണ്ടാവാതെ ഒരു കമ്പനിയുടെ ഒരു പ്രിൻസിപ്പലോ ട്രസ്റ്റിയോ ഏജൻ്റായിട്ട് ഒരിക്കലും ഒരു പ്രൊമോട്ടർക്ക് നിലകൊള്ളാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ ചില സർട്ടൺ റിലേഷൻസും ചില ഡ്യൂട്ടീസും ഈ കമ്പനി ആക്ട് പ്രകാരം അദ്ദേഹത്തിന് ആ കമ്പനി ഫോം ചെയ്യുന്നതിന് ഇമ്പോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് അത്തരത്തിൽ ലീഗലായിട്ട് അദ്ദേഹത്തിൽ ഇമ്പോസ് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കാം. ഒരു പ്രൊമോട്ടർ ശരിക്കും ഒരു കമ്പനിയുടെ രക്ഷാധികാരി എന്നുള്ള രീതിയിലാണ് നിലകൊള്ളുന്നത്. അദ്ദേഹം ആ കമ്പനിയുടെ എല്ലാ ആൾക്കാരുമായിട്ട് അവരെല്ലാം ഇൻസ്പയർ ചെയ്യുന്ന രീതിയിൽ വേണം നിലകൊള്ളാനും, അതുപോലെ നല്ലൊരു ഷെയർ ഹോൾഡറായിട്ടും നിലകൊള്ളാം. അപ്പോൾ ഒരു പ്രൊമോട്ടർ എപ്പോഴും ആ ഒരു കമ്പനിയുടെ രക്ഷാധികാരി എന്നുള്ള നിലയിൽ നിലകൊള്ളുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇൻഡയറക്റ്റ്ലി ആ കമ്പനിയുടെ പേരിൽ യാതൊരു പ്രോഫിറ്റും നേടാനുള്ള യോഗ്യതയില്ല. അങ്ങനെ അഥവാ എന്തെങ്കിലും പ്രോഫിറ്റ് നേടിയിട്ടുണ്ടെങ്കിൽ അത് കമ്പനിക്ക് റിഫണ്ട് ചെയ്യണം. പിന്നെ നമ്മളുടെ കമ്പനിയുടെ ഡയറക്ടേഴ്സ് എപ്പോഴും പ്രൊമോട്ടേഴ്സിനെ കമ്പൽ ചെയ്യാം. എന്തിനു വേണ്ടിയിട്ട്? അദ്ദേഹത്തിൻ്റെ ഇത് ഇൻഫ്ലുവൻസോട് കൂടിയിട്ട് എന്തൊക്കെ കോൺട്രാക്ട്സ് ആ കമ്പനിയിൽ ഫോം ചെയ്തിട്ടുണ്ടോ അതിനൊക്കെ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ആ രീതിയിൽ പ്രൊമോട്ടറുടെ വഴി എന്തൊക്കെ കോൺട്രാക്ട്സ് ഫോം ചെയ്തിട്ടുണ്ട് അതൊക്കെ കൃത്യമായി അദ്ദേഹം ഫോളോ അപ്പ് ചെയ്യണം. പിന്നെ ഈ പറയുന്ന വളരെ സത്യസന്ധമായിട്ട് നല്ല ഒരു കെയറിങ്ങും വളരെ വിശ്വസനീയമായിട്ടുള്ള രീതിയിൽ ഒരു പ്രൊമോട്ടർ ഒരു കമ്പനിക്ക് വേണ്ടി നിലകൊണ്ട് കഴിഞ്ഞാൽ പിന്നീട് ആ കമ്പനിക്ക് ഉണ്ടാവുന്ന ഒരു നഷ്ടത്തിൻ്റെ ബാധ്യതയും ആ പ്രൊമോട്ടർക്ക് ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ നമ്മുടെ പ്രൊമോട്ടർ ഈ പറയുന്ന കമ്പനിയുടെ ഒരു ഏജൻ്റായിട്ടോ ട്രസ്റ്റി ആയിട്ടോ നിലകൊള്ളാം. എങ്ങനെയാണെങ്കിൽ ഇപ്പം ഈ പറയുന്ന പ്രൊമോട്ടർ ആ കമ്പനിക്ക് വേണ്ടി എന്ത് ചെയ്താലും ആ കാര്യങ്ങൾ എല്ലാം വളരെ വ്യക്തമായിട്ട് ആർക്കൊക്കെയാണ് വ്യക്തമാക്കേണ്ടത് അവരെല്ലാം വ്യക്തമാക്കി കഴിഞ്ഞാൽ ആ പ്രൊമോട്ടർക്ക് ഒരു ഏജൻ്റായിട്ടോ ട്രസ്റ്റി ആയിട്ടോ നിലകൊള്ളാം. ഓക്കെ, അതുമാത്രമല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം വഴി കമ്പനിയിലേക്ക് വേറൊരു തേർഡ് പാർട്ടി കോൺട്രാക്റ്റൊക്കെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലയബിലിറ്റിയൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാവും. പിന്നെ കമ്പനി ഒരു ലീഗലായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഒരിക്കലും ഒരു പ്രൊമോട്ടർക്ക് റെമ്യൂണറേഷന് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു കമ്പനി നിലവിൽ വന്ന ശേഷം പ്രൊമോട്ടർക്ക് കമ്പനി ഒരു കോൺട്രാക്റ്റ് റെമ്യൂണറേഷനെ കുറിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് അദ്ദേഹം അത് കിട്ടാനുള്ള ലയബിലിറ്റി ആൾക്ക് ഉണ്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു ലയബിലിറ്റി നമ്മളുടെ ഈ പറയുന്ന പ്രൊമോട്ടറുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കമ്പനിയുടെ പ്രൊമോട്ടറായിട്ട് അദ്ദേഹം ജോയിൻ ചെയ്ത ആ ഡേറ്റിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം പല സെക്ഷനിലും ഈ പറയുന്ന ഡേറ്റ് അനുസരിച്ചിട്ടാണ് ഒരു പ്രൊമോട്ടർക്ക് ക്രിമിനൽ ലയബിലിറ്റിയോ അല്ലെങ്കിൽ സിവിൽ ലയബിലിറ്റിയോ കൊടുക്കുന്നത്. അദ്ദേഹം എന്തെങ്കിലും മിസ്റെപ്രസൻറ്റേഷൻ ചെയ്താലോ ഇല്ലെങ്കിൽ മിസ് അപ്രോപ്രിയേഷനോ മിസ് ആപ്ലിക്കേഷൻസോ മണി കളക്ഷനിലോ എന്തെങ്കിലും രീതിയിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മുമ്പാകെ ഒരു സിവിൽ ലയബിലിറ്റിയോ ക്രിമിനൽ ലയബിലിറ്റിയോ ചുമത്തുന്നത് അദ്ദേഹം ആ കമ്പനിയുടെ പ്രൊമോട്ടറായിട്ട് ജോയിൻ ചെയ്ത ഡേറ്റ് അനുസരിച്ചിട്ടാണ്. ഓക്കെ.